to semester 3 complementary electronics for BSc main physics students, and today we see class B push pull amplifier. Semester 3 complementary electronics for BSc main physics students. And the topic of discussion today is class B push pull amplifier. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ ആണ്. ഇത് സെമിസ്റ്റർ 3 കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സിന് ഉള്ളതാണ്. BSc മെയിൻ ഫിസിക്സ് സ്റ്റുഡൻസിൻ്റെ കോംപ്ലിമെൻ്ററി സെമിസ്റ്റർ 3 ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ 18 ക്വസ്റ്റ്യൻ ആൻസർ മോഡൽ ഇവിടെ കൊടുക്കുകയാണ്. ക്വസ്റ്റ്യൻ ആൻസർ മോഡലിലാണ് ഇവിടെ ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത്. വിത്ത് എ നീറ്റ് സർക്യൂട്ട് ഡയഗ്രാം എക്സ്പ്ലെയിൻ the action of a class B push pull amplifier, obtain expression for its power efficiency. With a neat circuit diagram, explain the action of a class B push pull amplifier and obtain expression for its power efficiency. ഇതാണ് ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിൻ്റെ ഡയഗ്രാം. രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് NPN ട്രാൻസിസ്റ്റേഴ്സാണ്. രണ്ടിനെ എമിറ്റർ ഒരുമിച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ രണ്ട് ട്രാൻസിസ്റ്ററുണ്ട് ഇവിടെ. അവയുടെ പ്രൈമറി രണ്ടിൻ്റെ ബേസിലേക്ക് ഒരു ട്രാൻസ്ഫോമർ സെക്കൻഡറി കൊടുത്തിരിക്കുകയാണ്. ആ സെക്കൻഡറിയിലേക്കാണ് നമ്മൾ വേവ് ഫോം അപ്ലൈ ചെയ്യുന്നത്. ഒരു ട്രാൻസ്ഫോമർ വെച്ച് ആ സെക്കൻഡറിയുടെ സെൻറ്റർ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. കളക്ടറിൽ നിന്നാണ് ഈ ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമർ എടുക്കുന്നത്. ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമർ പ്രൈമറിയിലാണ് ഈ കളക്ടറിൽ നിന്നുള്ള ഔട്ട്പുട്ട് ചെല്ലുന്നത്. അത് മറ്റൊരു റെസിസ്റ്റർ വെച്ചിട്ട് സെക്കൻഡറിയിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത് പുഷ് പുൾ ആംപ്ലിഫയർ ആണ്. ഒരു വേവ് ഫോം അതിൻ്റെ അതേപടി ഡിസ്റ്റോഷനൊന്നും കാര്യമായിട്ട് വ്യത്യാസമില്ലാതെ വളരെ നന്നായിട്ട് ആംപ്ലിഫൈ തരുന്ന ഒരു സർക്യൂട്ടാണ്. അപ്പോൾ സർക്യൂട്ട് ആദ്യം വരയ്ക്കുക. സപ്ലൈ VCC കൊടുക്കുന്നത് സെക്കൻഡറി ട്രാൻസ്ഫോർമറിൻ്റെ മിഡിൽ പോയിൻ്റ് പ്രൈമറിയാണ്. സെക്കൻഡറി ട്രാൻസ്ഫോർമർ അതിൻ്റെ പ്രൈമറി നോക്കുക. അതിൻ്റെ മിഡിൽ പോയിൻറ്റിലാണ് VCC കൊടുത്തിരിക്കുന്നത്. വേവ് ഫോം ഓരോ സൈക്കിളും പാസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ ഉള്ള വേവ് ഫോമും നമ്മൾ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. I ട്രാൻസിസ്റ്റർ Q1, I ട്രാൻസിസ്റ്റർ Q2 അതൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് പൾസ് കാണിക്കുക. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മുകളിൽ കാണിക്കും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ താഴെ കാണിക്കും. അതിന് കണക്ഷൻ ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ എംപ്ലോയീസ് 2 ഐഡൻറ്റിക്കൽ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റിംഗ് ഇൻ എ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫിക്കേഷൻ. ഇപ്പോൾ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫിക്കേഷനിലാണ് രണ്ട് ട്രാൻസിസ്റ്റർ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് ബേസ് ഓഫ് ദി 2 CE ട്രാൻസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ടു ദി ഓപ്പോസിറ്റ് എൻഡ്സ് ഓഫ് ദി സെക്കൻഡറി ഓഫ് ആൻ ഇൻപുട്ട് ട്രാൻസ്ഫോർമർ T1 ആൻഡ് ദി കളക്ടർ ടു ദി ഓപ്പോസിറ്റ് എൻഡ്സ് ഓഫ് ദി പ്രൈമറി ഓഫ് ദി ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമർ T2. ഫോർ ഗെറ്റിംഗ് എ ബാലൻസ്ഡ് സർക്യൂട്ട് ദ ടു. ഇപ്പോൾ നോക്കുക, Class B push pull amplifier employs 2 identical transistors operating in a single stage amplification. The bases of the 2 CE transistors are connected to the opposite ends of the secondary of the input transformer T1. Input transformer T1 സെക്കൻഡറിയിലാണ് നമ്മൾ ബേസ് കണക്ട് ചെയ്യുന്നത്. And the collector to the opposite ends of the primary of the output transformer T2. ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമർ T2 അതിൻ്റെ പ്രൈമറിയിലാണ് ഈ രണ്ട് ട്രാൻസിസ്റ്ററിൻ്റെയും കളക്ടറുകൾ കണക്ട് ചെയ്യുന്നത്. For getting a balanced output, the two emitters are connected to the center tap of T1. Secondary supply source VCC is connected to the center tap of the primary of T2. Since 0 bias is required for cutoff, the two bases are earth connected. ഇപ്പോൾ രണ്ട് ബേസ് എർത്ത് കണക്ട് ചെയ്തിരിക്കുകയാണ്. അത് നമ്മുടെ ക്ലാസ് ബി ഓപ്പറേഷന് വേണ്ടിയാണ്. എ പുഷ് പുൾ ആംപ്ലിഫയർ ഈസ് സംടൈംസ് റെഫർഡ് ടു ആസ് എ ബാലൻസ്ഡ് ആംപ്ലിഫയർ. പുഷ് പുൾ ആംപ്ലിഫയറിനെ വിളിക്കുന്ന പേരാണ് ഒരു ബാലൻസ്ഡ് ആംപ്ലിഫയർ. അതിൻ്റെ വർക്കിംഗ് ദ 2 ട്രാൻസിസ്റ്റേഴ്സ് A and B. ഇപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് Q1 Q2 ഒന്നും അല്ല A and B എന്ന് പറയാം. The 2 transistors A and B are driven
by two input signals which are 180 degree out of phase with each other. ഔട്ട് ഓഫ് ഫേസിലുള്ള രണ്ട് ഇൻപുട്ട് സിഗ്നൽ, അതുകൊണ്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദീസ് ടു signals are produced by T1. Transistor A takes positive half cycle of the signal, whereas B handles the negative half cycle. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഒന്നാമത്തെ ട്രാൻസിസ്റ്റർ ആംപ്ലിഫൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ രണ്ടാമത്തെ ട്രാൻസിസ്റ്ററാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്. When the two outputs are combined, an almost undistorted waveform is obtained. അപ്പോൾ ഡിസ്റ്റോർഷൻ ഇല്ലാതെ, അതായത് വേവിന് മാറ്റമില്ലാതെ നമുക്ക് ആൾമോസ്റ്റ് അൺഡിസ്റ്റോർട്ടഡ്, ഒട്ടും ഡിസ്റ്റോർഷൻ ഇല്ലാതെ തന്നെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ, ദ ട്രാൻസിസ്റ്റർ എ ഈസ് turned on because its base is driven positive. During the positive half cycle of the input signal, the transistor is turned on because its base is driven positive. It draws collector current IC1. IC1 നമ്മൾ പ്രതി കാണിച്ചിട്ടുണ്ട് ആ വേവ് ഫോമിൻ്റെ കൂടെ. IC1 in the upward direction from VCC. Meanwhile, the transistor B റിമൈൻസ് ഓഫ്. ഇപ്പോൾ ട്രാൻസിസ്റ്റർ എ ഓൺ ആകുമ്പോൾ, കണ്ടക്ട് ചെയ്യുമ്പോൾ ട്രാൻസിസ്റ്റർ ബി ഓഫായിട്ട് ഇരിക്കും. മീൻവൈൽ ദ ട്രാൻസിസ്റ്റർ ബി റിമൈൻസ് ഓഫ് because its base has negative voltage, hence IC2 is 0. Obviously, one possible half cycle of the output signal appears across the secondary load RL of T2. During the negative half cycle of the input signal, transistor B conducts, whereas A remains off. നേരെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നേരെ മറിച്ചാണ് ട്രാൻസിസ്റ്റർ ബി ആണ് കണക്ട് ചെയ്യുന്നത്, എ ഓഫ് ആയിട്ട് ഇരിക്കും. ഹെൻസ് IC2 is taken by transistor B, but IC1 is 0. Now, negative output half cycle is produced across RL because IC2 is pulled down through the secondary of T2. It is obvious that in the absence of input signal, neither A nor B draws any collector current. അപ്പോൾ ഇൻപുട്ട് സിഗ്നൽ ഇല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്ററും കളക്ടർ കറണ്ട് തരില്ല. there is no drain on battery VCC. അപ്പോൾ ഇൻപുട്ട് നമ്മൾ കൊടുത്തില്ല എങ്കിൽ കളക്ടർ കറണ്ട് ഇല്ല, അതുകൊണ്ട് ബാറ്ററിക്ക് ബാറ്ററിയിൽ നിന്ന് പവർ നഷ്ടം സംഭവിക്കില്ല. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, ഈ ക്ലാസ് ബി പുഷ് ആംപ്ലിഫയർ അഡ്വാൻറ്റേജസ്, ഇറ്റ് ഹാസ് എ ഹൈ എഫിഷ്യൻസി, തിയററ്റിക്കൽ ലിമിറ്റ് ബീയിങ് 78.5%. ദാറ്റ് ഇസ് എ മാക്സിമം വാല്യൂ. ഇത് നല്ല എഫിഷ്യൻസി ഉണ്ട്, അത് 78.5% ആണ്. 78. നമ്മൾ ആ ട്രാൻസ്ഫോർമർ കപ്പിളിൽ പവർ ആംപ്ലിഫയറിൽ 50% ആണെങ്കിൽ ഇവിടെ 78.5% മാക്സിമം എഫിഷ്യൻസി കിട്ടും. ഈവൻ ഹാർമോണിക്സ് ആർ ആബ്സെൻറ്റ് ഇൻ ദി ഔട്ട്പുട്ടിൽ ഈവൻ ഹാർമോണിക്സ് ഇല്ല. ഇറ്റ് ഗിവ്സ് പ്രാക്ടിക്കലി 4 times the power. It gives practically 4 times the power supplied by a single-ended amplifier. ഒരു സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ തരുന്നതിൻ്റെ 4 times പവറാണ് ഇത് തരുന്നത്. ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വേവ് ഫോമും ഔട്ട്പുട്ട് വേവ് ഫോമും തമ്മിൽ വ്യത്യാസം. നമുക്ക് ഡിസ്റ്റോർഷൻലെസ് ഔട്ട്പുട്ടാണ് വേണ്ടത്, വേവ് ഫോമിൻ്റെ ഷേപ്പ് മാറാൻ പാടില്ല. Distortion due to the effect of DC magnetic saturation of the transformer's core is eliminated. ഈ മാഗ്നറ്റിക് എഫക്റ്റ് ഈ ട്രാൻസ്ഫോർമറിനുണ്ട്, ഹിസ്റ്ററിസൊക്കെ ഉണ്ട്, അതിൻ്റെ അതുമൂലമുള്ള ഡിസ്റ്റോർഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇൻപുട്ട് ഈസ് ട്രൂ റിപ്ലിക്ക ഓഫ് ദി output is true replica of the input waveform. Input waveformൻ്റെ അതേ പതിപ്പാണ് ഔട്ട്പുട്ട്. ഡിസഡ്വാൻറ്റേജസ്, since 2 transformers are used, the amplifier is
എ ബൾക്കി ഇൻ സൈസ്. 2 ട്രാൻസ്ഫോർമർ ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ ആംപ്ലിഫയർ കുറച്ച് വലിപ്പമുള്ളതായിട്ട് ബൾക്കി ആയിട്ട് തോന്നാം. ആസ് ഇറ്റ് റിക്വയേഴ്സ് 2 ഔട്ട് ഓഫ് ഫേസ് സിഗ്നൽ, 2 ഔട്ട് ഓഫ് സിഗ്നൽ വേണ്ടത് കൊണ്ട്, ആസ് ഇറ്റ് റിക്വയേഴ്സ് 2 ഔട്ട് ഓഫ് ഫേസ് സിഗ്നൽ, ദി ട്രാൻസ്ഫോർമർ യൂസ്ഡ് ഫോർ ഫേസ് സ്പ്ലിറ്റിംഗ് affects the frequency response of the amplifier. അപ്പോൾ 2 ട്രാൻസ്ഫോർമർ ഈ സെൻട്രൽ സ്പ്ലിറ്റ് ഫേസ് സ്പ്ലിറ്റിംഗ് ട്രാൻസ്ഫോർമർ വേണ്ടതുകൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ടിനെ അത് ചെറുതായിട്ട് ബാധിക്കാം. The non-linear behavior of the core material gives some distortion. ഈ കോറിന് ഒരു നോൺ ലീനിയർ ബിഹേവിയർ ഉണ്ട്, അത് അല്പം ഡിസ്റ്റോർഷൻ ഉണ്ടാക്കും. There is copper loss in the ട്രാൻസ്ഫോർമർ വൈൻഡിങ്. നമ്മൾ ട്രാൻസ്ഫോർമറിലെ പവർ ലോസ് പഠിച്ചിട്ടുള്ളതാണ്. അതിൽ ഒരെണ്ണമാണ് കോപ്പർ ലോസ്. ഇവിടെ കോപ്പർ ലോസ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ, with a neat circuit diagram explain the working of a class B push-pull amplifier, mention its advantages and disadvantages. ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. The short answer, give the circuit diagram of a class B push-pull amplifier. Question number 3, why is a push-pull amplifier called so? എന്തുകൊണ്ടാണ് പുഷ്-പുൾ ആംപ്ലിഫയറിനെ അങ്ങനെ വിളിക്കുന്നത്? അതിന് കാരണം ഇതാണ്. ഇന്നെ പുഷ്-പുൾ ആംപ്ലിഫയർ, അതിന് ഉത്തരം ഇവിടെ കൊടുക്കുകയാണ്. വൈ ഈസ് എ പുഷ്-പുൾ ആംപ്ലിഫയർ കോൾഡ് സോ? പുഷ്-പുൾ ആംപ്ലിഫയറിനെ എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു? അതിന് ഉത്തരം ഇതാണ്. ഇൻ എ പുഷ്-പുൾ ആംപ്ലിഫയർ, ഡ്യൂറിങ് 1/2 ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ, ദ കറണ്ട് pushes the signal high, and during the next half cycle the current pulls the signal low. അതാണ് കാരണം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്ക്, വൈ ഈസ് എ പുഷ്-പുൾ ആംപ്ലിഫയർ കോൾഡ് സോ? പുഷ്-പുൾ ആംപ്ലിഫയറിനെ അങ്ങനെ വിളിക്കാൻ കാരണം എന്താണ്? ഇൻ എ പുഷ്-പുൾ ആംപ്ലിഫയർ, ഡ്യൂറിങ് 1/2 cycle ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ, ദ കറണ്ട് pushes the signal high, and during the next half cycle the current pulls the signal low at the output. For this reason the circuit is called a push-pull amplifier. ഇതിൻ്റെ പവർ എഫിഷ്യൻസി കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചോദിക്കാവുന്നതാണ്. അതുകൂടി ഒന്ന് പഠിക്കണം. പവർ എഫിഷ്യൻസി ഓഫ് എ പുഷ്-പുൾ ആംപ്ലിഫയർ. Power efficiency of a push-pull amplifier. Show that the maximum power efficiency of a push-pull amplifier is 78.5%. നമ്മൾ ആ നോട്ട്സിനകത്ത് കണ്ടതാണ്. ഇതിൻ്റെ മാക്സിമം എഫിഷ്യൻസി 78.5 ആണെന്ന് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ കിട്ടുമെന്ന് ഇവിടെ ഒരു ചെറിയ കാൽക്കുലേഷനിൽ കാണിക്കുകയാണ്. Let us see the maximum power efficiency of a push-pull amplifier. Power efficiency or overall efficiency eta is equal to PO AC by P in DC. കാരണം എല്ലാം ആംപ്ലിഫയറിങ് ചെയ്യുന്നത് ഡി സിയെ കൺവേർട്ട് ചെയ്ത് എ സി തരികയാണല്ലോ. ഇപ്പോൾ PO AC ഔട്ട്പുട്ട് AC by P in DC. ഇൻപുട്ട് DC ആണ്. PO AC, that is VRMS by √2 into IRMS by √2. അതായത് V bar I bar ആണല്ലോ. That is VM IM by 2. VM into IM by 2. P in DC is VCC into IDC. VCC into IDC is 2 IM by pi. Therefore, eta is equal to PO AC by P in DC is equal to VM by 2 all by VCC into 2 IM by pi. That is in a bracket. അത് മറിച്ചിട്ട് ഗുണിക്കുക. That is VM into IM pi by 2 VCC into 2 IM. ഇവിടെ IM ക്യാൻസൽ ചെയ്യും. ബാക്കി വരുന്ന eta is equal to pi by 4 VM by VCC, pi by 4 VM by VCC. Under ideal condition for maximum power, VM is VCC. ഒരു മാതൃകാ സാഹചര്യത്തിൽ നമുക്ക് VM എന്നുള്ളത് VCC ആയിരിക്കും. Therefore, eta is pi by 4 VCC by VCC, pi by 4, പൈയുടെ വാല്യൂ എനിക്കറിയാം 3.14 ആണ്, by 4 അത് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.785 എന്ന് കിട്ടും. അത് പെർസെൻറ്റേജ് ആക്കുമ്പോൾ വെൻ വി കൺവേർട്ട് ഇൻ ടു പെർസെൻറ്റേജ് വി ഗെറ്റ് 78.5%. ഇനി ഇതിൻ്റെ കൂടെ ചോദിക്കാവുന്ന മറ്റൊരു പുഷ്-പുൾ ആംപ്ലിഫയർ ആണ് കോംപ്ലിമെൻ്ററി സിമെട്രി പുഷ്-പുൾ ആംപ്ലിഫയർ.
അപ്പോൾ ഈ കേസിൽ നമ്മൾ ട്രാൻസ്ഫോർമർ അവോയ്ഡ് ചെയ്യുകയാണ്. രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ഇൻപുട്ട് വന്ന് ഒന്നാമത്തതിൻ്റെ ബേസിലേക്കും പോകും, രണ്ടാമത്തതിൻ്റെ ബേസിലേക്കും പോകും. ഓർക്കുക, അതിൽ ഇൻപുട്ട് വേവ് ഫോമും ഔട്ട്പുട്ട് വേവ് ഫോമും കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ട്രാൻസ്ഫോർമർ പ്രത്യേകത ഒന്ന് NBN ആണ്, മറ്റത് PNB ആണെന്നുള്ളതാണ്. ഒന്ന് NBN, മറ്റത് PNB. അപ്പോൾ NBNൻ്റെ നേരെ ഓപ്പോസിറ്റ് നേച്ചറാണ് PNBക്ക്. NBN പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ PNB നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കണ്ടക്ട് ചെയ്യും. അതാണ് അതിൻ്റെ ഐഡിയ. അപ്പോൾ രണ്ട് ബാറ്ററി കാണിച്ചിട്ടുണ്ട്, VCC1 VCC2, ഇങ്ങനെ രണ്ട് ബാറ്ററി. ഇൻപുട്ട് വേവ് ഫോം അതിൻ്റെ ആംപ്ലിഫൈഡ് ഔട്ട്പുട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഫേസ് റിവേഴ്സൽ ഇല്ല. The two major disadvantages of the Class B push-pull power amplifier is Class B push-pull power amplifier are രണ്ട് മേജർ ഡിസഡ്വാൻറ്റേജ് പറയുകയാണ് നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ. ഇറ്റ് റിക്വയർസ് ബൾക്കി ആൻഡ് എക്സ്പെൻസീവ് ട്രാൻസ്ഫോർമേഴ്സിന് ചിലവ് കൂടുതലാണ്, അത് രണ്ടെണ്ണം വേണം, അത് നമുക്കൊരു അസൗകര്യമാണ്. ഇറ്റ് റിക്വയർസ് 2 ഔട്ട് ഓഫ് ഫേസ് ഇൻപുട്ട് സിഗ്നൽസ്, രണ്ട് ഔട്ട് ഓഫ് ഫേസ് ഇൻപുട്ട് സിഗ്നൽ വേണ്ടി വരും. which necessitates a center tapped input transformer. അപ്പോൾ അതിന് ഒരു സെൻറ്റർ ടാപ്ഡ് ഇൻപുട്ട് ട്രാൻസ്ഫോർമർ വേണം. കൃത്യമായി സെൻറ്റർ ടാപ്പ് അല്ല എങ്കിൽ നമുക്ക് ആ വേവ് ഫോം ശരിക്കും കിട്ടില്ല, ഡിസ്റ്റോർഷൻ ഉണ്ടാകും. So the two major disadvantages of Class B push-pull amplifier are: 1, it requires bulky and expensive transformers. Number 2, it requires 2 out-of-phase input signals which necessitates a center tapped input transformer. The complementary symmetry push-pull amplifier eliminates these two disadvantages. ഈ complementary symmetry push-pull amplifier ഈ രണ്ട് കുഴപ്പങ്ങൾ മാറ്റിത്തരും. മാറ്റിത്തരുന്നതിനൊപ്പം തന്നെ while obtaining the advantages of push-pull കോൺഫിഗറേഷൻ. ഇപ്പോൾ പുഷ്-പുൾ കോൺഫിഗറേഷൻ്റെ മാക്സിമം എഫിഷ്യൻസി പോലെയുള്ള അഡ്വാൻറ്റേജസ് തരുന്ന കൂട്ടത്തിൽ തന്നെ ആ ഡിസഡ്വാൻറ്റേജസ് നമുക്ക് ഒഴിവാക്കി തരും. ദ ടേം കോംപ്ലിമെൻ്ററി arises from the fact that one transistor is PNB type and other is NBN. ഈ ട്രാൻസിസ്റ്റർ ഇങ്ങനെ ഓപ്പോസിറ്റ് വേക്ക് വരുന്നത് കൊണ്ടാണ് ഇതിനെ കോംപ്ലിമെൻ്ററി സിമെട്രി എന്ന് പറയുന്നത്. They have symmetry that is both are made of with the same material and the technology is same. They have the same maximum rating. രണ്ടിലും ഒരേ റേറ്റിംഗ് ഉള്ള ട്രാൻസിസ്റ്റേഴ്സ് ആണ്. Figure shows a complementary symmetry push-pull amplifier. The input capacitor. The input capacitor. The input is the input is capacitor coupled. അങ്ങനെ വായിക്കണം. ഇൻപുട്ട് കപ്പാസിറ്റർ എന്നല്ല, ഇൻപുട്ട് ഈസ് കപ്പാസിറ്റർ കപ്പിൾഡ്. കപ്പാസിറ്റർ വഴിയാണ് ഇൻപുട്ട് അയക്കുന്നത്. ദ ഇൻപുട്ട് ഈസ് കപ്പാസിറ്റർ കപ്പിൾഡ്. അത് ചേർത്ത് വായിക്കണം, അല്ലെങ്കിൽ നമ്മൾ കപ്പാസിറ്റർ വായിച്ച് നിർത്താൻ പാടില്ല. ദ ഇൻപുട്ട് ഈസ് കപ്പാസിറ്റർ കപ്പിൾഡ് വേറാസ് ദ ഔട്ട്പുട്ട് ഈസ് ഡയറക്റ്റ് കപ്പിൾഡ്. ഔട്ട്പുട്ട് നേരിട്ട് കൊടുക്കുക. വിത്ത് നോ ഇൻപുട്ട് സിഗ്നൽ നൈദർ ട്രാൻസിസ്റ്റർ കണ്ടക്ട്സ് ആൻഡ് ദെർഫോർ കറണ്ട് ത്രൂ RL എന്ന് കേട്ടോ, കറണ്ട് ത്രൂ ലോഡ് RL എന്നാണ്. Current through RL is 0. When the input signal is positive going, transistor A is biased into the saturation, whereas B is driven into cutoff. അപ്പോൾ ഒന്ന് കണ്ടക്ട് ചെയ്യും മാക്സിമം, മറ്റത് കട്ടോഫിലാവും. When the input signal is negative going, A is turned off while B conducts, or B is turned on. Obviously, this circuit is a push-pull amplifier
because turning one transistor on turns the other off. ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോൾ മറ്റത് ഓഫാകുന്നതുകൊണ്ട് ഇതും കൃത്യമായും പറയാൻ പറ്റും ഒരു പുഷ് പുൾ ആംപ്ലിഫയർ ആണെന്ന്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ വിത്ത് എ നീറ്റ് സർക്യൂട്ട് ഡയഗ്രം ഡിസ്ക്രൈബ് ദി വർക്കിംഗ് ഓഫ് എ കോംപ്ലിമെൻ്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ. അപ്പോൾ ഈ കോംപ്ലിമെൻ്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് 2 മാർക്കിൻ്റെ ആയിരിക്കും. എസ്സേകളോടെ ചോദിക്കുകയാണെങ്കിൽ രണ്ടും ചേർത്ത് എഴുതേണ്ടി വരും. That is all with your 41st class. We continue our topic. Thank you.